ഓർത്തോണം, നിങ്ങൾക്ക് ഒന്നെങ്കിൽ മാനസികമായിരിക്കും, പുതിയൊരു വീഡിയോയിലേക്ക് മക്കളായിട്ടുള്ളവർ ഇവരെ ചികിത്സിപ്പിക്കും, അങ്ങനെ തന്നെ പറയും. ഇതിനകത്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അന്തരിച്ച നടൻ കൊല്ലം സുധിയുടെ ആദ്യ ഭാര്യയ്ക്ക് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് തുറന്നു പറയുകയാണ് രേണു സുധി. ഈ അടുത്ത് ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു രേണുവിന്റെ പ്രതികരണം. ആദ്യ ഭാര്യ സുധിയെയും മകനെയും വിട്ടുപോയ ശേഷം മറ്റു പല സ്ത്രീകളും അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നുവരാൻ ശ്രമിച്ചിരുന്നു എന്നും രേണു പറഞ്ഞു. എന്നാൽ അവർക്കെല്ലാം എങ്ങനെയെങ്കിലും സിനിമയിൽ അഭിനയിക്കണം എന്നതായിരുന്നു ലക്ഷ്യം എന്നും ഇക്കാര്യം സുധി ചേട്ടൻ തന്നെയാണ് തന്നോട് പറഞ്ഞത് എന്നും രേണു പറഞ്ഞു. സുധി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തനിക്ക് അഭിനയിക്കാൻ അവസരം വന്നിരുന്നു എന്നും എന്നാൽ അന്ന് താന് അത് വേണ്ടെന്ന് വെക്കുകയായിരുന്നു എന്നും രേണു പറയുന്നു. രേണുവിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: സുധി ചേട്ടൻ ഉള്ളപ്പോൾ അദ്ദേഹത്തിനൊപ്പം ഒരു വെബ് സീരീസിൽ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയായി 4 എപ്പിസോഡിൽ ആണ് അഭിനയിച്ചത്. ചെറുപ്പത്തിൽ സിനിമാറ്റിക് ഡാൻസ് കളിക്കുമായിരുന്നു. അന്നേ ഇതൊക്കെ അറിയാം. സുധി ചേട്ടന്റെ കൂടെയുള്ള ഒരാൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് അഭിനയരംഗത്തേക്ക് വരുന്നോ എന്ന്. അന്ന് എനിക്ക് സുധി ചേട്ടന്റെ പിറകിൽ ഒരു താങ്ങായി നിൽക്കാനാണ് താൽപര്യം എന്ന് പറഞ്ഞിരുന്നു. ഏതൊരു പെണ്ണിനും കല ഉള്ളിൽ ഉള്ളവർക്ക് അത് പുറത്ത് കാണിക്കണം എന്നാണ്. സുധി ചേട്ടന്റെ ആദ്യത്തെ വൈഫ് അദ്ദേഹത്തെയും മകനെയും വിട്ടിട്ട് പോയപ്പോൾ, വേറൊരു ലൈഫ് തേടിപ്പോയപ്പോൾ അവരെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അവർ ഈ ലോകത്ത് ഇല്ല. അവരുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ. സുധി ചേട്ടന്റെയും അവരുടെയും ആത്മാവിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് എന്നും രേണു കൂട്ടിച്ചേർത്തു. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ന്യൂസ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.